അടുത്ത വർഷത്തോടെ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിന്റെ ശാഖാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് RSS അഖില ഭാരതീയ സഹസർക്കാര്യവാഹ CR മുകുന്ദ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ശാഖകളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനവുണ്ടായി. യുവാക്കൾ RSSനെ അറിയാനും ഭാഗമാകാനും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സഹസർക്കാര്യവാഹ CR മുകുന്ദ പറഞ്ഞു. ഹരിയാനയിലെ സമാൽഖയിൽ 3 ദിവസമായി ചേർന്ന RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്കും തുടക്കമായി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഭാരതത്തിലുടനീളം 5000-ലധികം പുതിയ ശാഖകൾ ആരംഭിച്ചു. ശാഖകൾക്ക് പുറമെ ആഴ്ചയിലൊരിക്കൽ കൂടുന്ന സപ്താഹിക് മിലൻ, മാസത്തിലൊരിക്കൽ കൂടുന്ന സംഘമണ്ഡലി എന്നിവ കൂടി കണക്കിലെടുത്താൽ ആകെ 1,50,000-ലധികം കേന്ദ്രങ്ങളിൽ സംഘടനാ സാന്നിധ്യമുണ്ട്. വരും വർഷം രാജ്യത്തെ മുഴുവൻ ഗ്രാമങ്ങളിലും RSSന്റെ ശാഖാപ്രവർത്തനം ആരംഭിക്കുകയാണ് ലക്ഷ്യമെന്ന സഹസർക്കാര്യവാഹ് CR മുകുന്ദ വ്യക്തമാക്കി. हमारा 4000 से ज़्यादा स्थानों में नंबर ऑफ प्लेसेस has increased by 4,000 and number of shakas also increased around 5,000. 5,000 से अधिक स्थान. और अभी ये शताब्दी में और आगे भी अपना कार्यक्रम वगैरह है. उसके साथ साथ कार्य विस्तार का भी हम अपना लक्ष्य रखें तो ये आगे भी ऐसा अपना कार्य ज़्यादा से ज़्यादा गाँवों में, ज़्यादा से ज़्यादा बस्तियों में लगाने का, शुरू करने का नया स्थानों पर वो जारी रहेगा. ശാഖാ പ്രവർത്തനങ്ങളിൽ 60%-ലധികം വിദ്യാർത്ഥികളും യുവാക്കളുമാണ്. ജോയിൻ RSS എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഏകദേശം 1,00,000-ഓളം യുവാക്കൾ ഓരോ വർഷവും സംഘടനയുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അവർക്ക് അനുയോജ്യമായ രീതിയിൽ ശാഖാ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നുണ്ടെന്നും സഹസർക്കാര്യവാഹ് CR മുകുന്ദ പറഞ്ഞു. സാമൂഹിക സമത്വം, കുടുംബ മൂല്യങ്ങൾ, പരിസ്ഥിതി സംരക്ഷണം, സ്വദേശി ജീവിതശൈലി, പൗരബോധം എന്നിവ ഉൾപ്പെടുത്തിയുള്ള പഞ്ചപരിവർത്തനം RSSന്റെ ശതാബ്ദി വർഷ പരിപാടികളുടെ ഭാഗമായി നടക്കുന്നു. ഗ്രഹസമ്പർക്ക അഭിയാൻ വഴി ഏകദേശം 10 കോടി വീടുകളിൽ ഇതിനോടകം സന്ദേശമെത്തിക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഹരിയാനയിലെ സമാൽഖയിലുള്ള സേവാ സാധന വികാസ് കേന്ദ്രത്തിൽ നടക്കുന്ന RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ ഏകദേശം 1487 പ്രതിനിധികൾ പങ്കെടുക്കുന്നു. 15-ന് പ്രതിനിധി സഭ സമാപിക്കും. ജനം, ഡൽഹി.